ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ് ലാ യുസ്ബിനു വലാ യുഗ്നി മിൻ ജൂഅ്. എല്ലാ ജുമുഅക്കും നമ്മൾ കേൾക്കുന്നതാണ്. 1.5 വിട്ട ജുമുഅക്കെങ്കിലും കേൾക്കും. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. കള്ളിമുള്ളേ അവർക്ക് ഭക്ഷണമുള്ളൂ. സഖൂം എന്ന് പറഞ്ഞാലും വരീഅ് എന്ന് പറഞ്ഞാലും ഗസ്ലീൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞവരും അല്ല വ്യത്യസ്തങ്ങളായ അദാബാണെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഏതാവട്ടെ, ഖുർആനിൻ്റെ ശൈലി കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കള്ളിമുള്ള് എന്ന ഭക്ഷണം ലാ യുസ്മിനു, അത് തടിക്ക് പിടിക്കുന്ന ഭക്ഷണമല്ല. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പകറ്റുന്ന ഭക്ഷണവുമല്ല. വിശപ്പകറ്റുന്ന ഭക്ഷണവുമല്ല, തടിക്ക് പിടിക്കുന്ന ഭക്ഷണവുമല്ല, രണ്ടുമല്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക 3-4 കാര്യത്തിനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, 3-4 കാര്യത്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അത് ഞാൻ ഫസ്റ്റ് ദിവസം പറയണമെന്ന് കരുതിയതായിരുന്നു, അന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ നമ്മളത് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് ആ കാര്യം കൃത്യമായി നമ്മൾ ചിന്തിക്കുക. 3-4 കാര്യത്തിനെന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ വയറ് നിറയാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടാനൊന്നും വേണ്ട. നിഅ്മൽ ഇദാമു അൽ ജൂഅ്, ഏറ്റവും നല്ല കൂട്ടാൻ വിശപ്പാൻ. സദഖ റസൂലുള്ളാഹി. വയറ് നിറയാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അത് രസമുണ്ടായിട്ട് തിന്നുക എന്നുള്ളതല്ല, എന്തെങ്കിലും തിന്നിട്ട് വയറ് നിറക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക തടിക്ക് പിടിക്കുന്നു കരുതിയിട്ടാണ്, വയറ് നിറയാൻ വേണ്ടിയിട്ടല്ല. തടിക്ക് പിടിക്കും. ഇപ്പോൾ കഷായമൊക്കെ കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ടും അല്ല, വയറ് നിറയാനും അല്ല. കഷായം കുടിക്കുമ്പോൾ എന്താണ് ഈ കഷായം കുടിക്കണമെന്ന് വെച്ചാൽ പള്ളറിയാനാന്ന് പറയോ? പറയില്ല. അല്ല ഇതിൻ്റെ രസം കൊണ്ടാണെന്ന് പറയോ? അതുമില്ല. പിന്നെന്തിനാ? അത് ഉള്ളിലെത്തിയ കാര്യമാണ്. അപ്പോൾ തടിക്ക് പിടിക്കുമ്പോഴും തടിക്ക് ഉപകാരം ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ ടേസ്റ്റ് മാത്രം ആസ്വദിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കും. അതിൻ്റെ ഉദാഹരണമാണ്, അന്ന് ഞാനത് പറഞ്ഞിട്ട് പൂർത്തിയായിട്ടില്ലായിരുന്നു, അപ്പോഴേക്ക് തങ്ങൾ വന്നു, നമ്മുടെ വിഷയം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മൂന്നാമത്തത് ഇപ്പോൾ കടല കുറിക്കുന്നത്, അതുപോലെ ചോളാപ്പൊരി തിന്നുന്നത്. ചോളാപ്പൊരിയൊക്കെ നല്ല ഉദാഹരണമാണ്. ചോളാപ്പൊരി തിന്നുന്ന ഒരാളോട് എന്താണ് അതിങ്ങനെ ഒന്നുമല്ല, വിശന്നിട്ട് വയ്യ എന്നാരും പറയില്ലല്ലോ. വയറ് നിറയാൻ വേണ്ടി ചോളാപ്പൊരി ഒന്നുമില്ല. പിന്നെയോ തടിക്ക് പിടിക്കുന്നു കരുതിയിട്ടുമല്ല, അത് തിന്നാനൊരു രസം. അപ്പം തിന്നാൻ രസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കും. വയറ് നിറയാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കും. തടിക്ക് പിടിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കും, വിറ്റാമിനുള്ള ഭക്ഷണം. എന്നാൽ ഈ 3 ഗുണമില്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമോ? ഇല്ല. 3 ഗുണവും കൂടെ ഉള്ളതാണ് കേട്ടോ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. 3 ഗുണമുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ തന്നെ ഭക്ഷണം കഴിക്കും. എന്നാൽ നരകത്തിലെ ഭക്ഷണത്തിന് ഈ 3 ഗുണവുമില്ല. വയറ് നിറയോ? ഇല്ല. തിന്നും തോറും വിശക്കും. ലാക്കിലൂന മിൻ ശജരിൻ മിൻ സഖൂം എന്നതിൻ്റെ തഫ്സീറിലുണ്ട്. തിന്നും തോറും വിശക്കും. ഏതോ ഒരു മഹാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തിന്നും തോറും അവർക്ക് വിശപ്പ് വരും. എന്നിട്ട് തിന്നും തോറും അവർക്ക് വിശപ്പ് വരും. വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണിത്, വളരെ കഷ്ടപ്പാടാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ വിശപ്പ് മാറൂല. രുചിയോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കയ്പാണ്. രുചി ഒട്ടും സുഖകരമല്ല. പൊള്ളിയിട്ട് നിൽക്കാനും കഴിയില്ല. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? വയറ് നിറയൂല്ല, രുചിയുമില്ല, തടിക്ക് പിടിക്കൂല. അപ്പം ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഭക്ഷണം അതാ ലാ യുസ്മിൻ, തടിക്ക് പിടിക്കാത്ത ഭക്ഷണമാണ്. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പകറ്റാത്ത ഭക്ഷണമാണ്. പിന്നെ ടേസ്റ്റ് അത് ആയത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കയ്പാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്ഷണവും വെള്ളമൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയാണ്, ചെറിയൊരു മാറ്റം ചെറുപ്പക്കാരെ നമുക്ക് നിർബന്ധമാണ്. മാറിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും, ഉറപ്പിച്ചോ. മാറിയില്ലെങ്കിൽ ഞാനും നിങ്ങളും വലയും എന്ന് തന്നെ ഉറപ്പിച്ചു വെച്ചോളൂ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ളതാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നാളെ ഒരു നരകചിത്രം പറയുന്നുണ്ട്. നാളെ നരകത്തിൽ കിടന്ന് കത്തിയെരിയുന്ന സമയത്ത് നമ്മളതാ ബഹുമാനപ്പെട്ട മലക്ക് മാലിക് നരകത്തിൽ നിന്നിങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കും നമ്മൾ. ആരാ മാലിക്? നരകത്തെ കാക്കുന്ന മലക്ക്. നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് പറയും, ഓ മാലിക്കേ, കത്തിയെരിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മാലിക്കേ, കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ എന്ന് മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയാണ്. ഞങ്ങൾ കഷ്ടപ്പെടുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല തണുത്ത മഴയുള്ള, നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴ തന്നാൽ ഞങ്ങൾക്ക് കൊള്ളാമായിരുന്നു എന്ന് മാലിക് അലൈഹിസ്സലാമിനോട് പറയുമ്പോ മാലിക് അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല.
കുറെ കഴിയുമ്പോ 40 വർഷം അങ്ങനെ കൂവി വിളിക്കുമത്രേ. 40 വർഷം കൂവി വിളി. നരകത്തിലാണിത്. ഈ സംഗതിയൊക്കെ കൊണ്ട് 40 വർഷം കഴിയാൻ കഴിയോ? നരകത്തിൽ 40 വർഷം നമുക്ക് ഈ സംഗതിയുമായിട്ട് കഴിയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നരകത്തിലാണ് ഈ പറഞ്ഞത്. 40 വർഷം കൂവി വിളിക്കുമ്പം അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, 40 വർഷം കഴിയുമ്പോ അല്ലാഹു തആല പറയുന്ന, എന്നോടും നിങ്ങളോടുമായി പടച്ച റബ്ബ് പറയുകയാണ്. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കാൻ, യാ മാലികു മാദാ യത്ലുബൂൻ, മാലിക്കേ അവരെന്താ ചോദിക്കുന്നത്? മാലിക്കേ എന്തേ അവർ ചോദിച്ചത്? മനസ്സിലായില്ലല്ലോ. അവരെന്തോ ചോദിച്ചോ? എന്താ അവർ ചോദിക്കുന്നത്? മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കാൻ. മാലിക് അലൈഹിസ്സലാം പറയുന്ന, അവര് ചോദിച്ചത് എന്താന്ന് പടച്ചോനെ അനക്ക് ശരിക്കും അറിയാലോ, ഈ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അള്ളാഹ്ക്ക് ശരിക്കും അറിയാലോ ഇവരെന്താ ചോദിക്കണെന്ന്. പക്ഷെ ഇവരെ കുതിരയാക്കാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ടാ വിളിയേക്കണത്. നമ്മളാണെങ്കിൽ പിന്നെ വിളിക്കോ? നരകത്തുനിന്ന് എത്രയും വിളിക്കൂട്ടോ. 40,000 കൊല്ലം കഴിഞ്ഞാലും വിളിക്കും. കാരണം എങ്ങനെയെങ്കിലും ഒരു സലാമത്ത് കിട്ടുമോ നോക്കുകയാണ്. അങ്ങനെ വിളിച്ച് അവസാനം അല്ലാഹു ഉത്തരം ചെയ്യുകയാണ്. അത് ശരി, ഓല് വെള്ള ചോദിക്കണല്ലേ. മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് എന്നെക്കാൾ അറിയാം, നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ഇന്നക അൻത അഅലമു മിന്നീ, നിനക്ക് എന്നെക്കാൾ അറിയാം, പക്ഷെ നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇന്നഹും യത്ലൂബൂനൽ ഗൈസ്, അവരൊരു നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴയാ റബ്ബേ ചോദിക്കുന്നത്. ശരി, അതാ ചോദിക്കുന്നതിലെ തണുത്ത വെള്ളമുള്ള ഒരു മഴയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, ആ മഴ, തണുത്ത വെള്ളമുള്ള മഴ അവർ ചോദിക്കുമ്പോൾ അല്ലാഹു ഉടനെ തന്നെ നരകത്തിന്റെ മുകളിൽ ഒരു കാർമേഘം കയറ്റി. ആ കാർമേഘം കാണുമ്പോൾ ഇവർ ആഹ്ലാദിക്കുകയാണ്. എടാ അടുത്ത നിമിഷം നമുക്ക് സമാധാനം വരും, നല്ല മഴ പെയ്യാൻ പോകുന്നു, നരകത്തിലേക്ക് നല്ലൊരു മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ സമാധാനായി. ഇതാര് പറഞ്ഞതാ? റസൂലുള്ള സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. ഒരു സമയത്ത് നരകത്തിന്റെ ഒരു ചിത്രം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. അപ്പൊ മഴ അങ്ങോട്ട് പെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ചുവന്ന കാർമേഘം. ആ കാർമേഘം പെയ്തിറങ്ങി നോക്കുമ്പോൾ ഉർസിലത് അലൈഹിമുൽ അഖാരിബ്, സുബ്ഹാനല്ലാഹ്, ഒരു തരം തീത്തേളുകൾ, തീയിന്റെ തേളുകളാണ് മഴയായി വർഷിക്കുന്നത്. ആ തീത്തേളുകൾ ഇവർ ആക്രമിക്കുകയാണ് മഴയായി പെയ്തിറങ്ങിയിട്ട്. ഇവർ പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങൾ ഇതല്ലായിരുന്നല്ലോ ചോദിച്ചിരുന്നത്, തണുത്ത വെള്ളമുള്ളൊരു മഴ ചോദിച്ചിട്ട് റബ്ബേ നീ തേൾമഴയാണല്ലോ ഞങ്ങൾക്ക് തന്നത്. റബ്ബേ ഞങ്ങളെ ഇനിയും നീ ശിക്ഷിക്കാൻ തന്നെയാണോ തീരുമാനം? ഇതുവരെ തീയിന്റെ കടി കൊണ്ടാ മതിയായിരുന്നു, ഇപ്പൊ തേളിന്റെ കടിയും കൂടെ ഏൽക്കണം. തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം തീത്തേളുകൾ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ശക്തമായ മർദ്ദനങ്ങൾ ഏൽക്കണം പാവങ്ങൾ. അപ്പൊ ആ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, എടാ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പൊറുതിയേട് പറഞ്ഞിട്ടായിരിക്കും അല്ലാഹു തആല ഇങ്ങനെയൊക്കെ നമ്മളെ കാട്ടിയത്. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? ക്ഷമിക്കാത്തതാ നമ്മളെ കുഴപ്പം.